ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് നമ്മൾ ശാന്തിഗിരി ഫെസ്റ്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും കൂടെ വായോ, നമുക്ക് ഒരുമിച്ച് പോയി ശാന്തിഗിരി ഫെസ്റ്റ് കണ്ടിട്ട് വരാം. അപ്പോൾ ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. അപ്പോൾ ശാന്തിഗിരിയിൽ വന്ന സ്ഥിതിക്ക് ശാന്തിഗിരിയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഈ താമര കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ് താമര കാണിച്ചത്. പിന്നെ ഇഷ്ടംപോലെ പൂക്കളും ചെടികളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. 1, 2, 3 അല്ല, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ല നല്ല ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം ഫോട്ടോ എടുക്കാൻ ജനങ്ങൾ വരുന്നത് കേട്ടോ. പിന്നെ ഓരോന്നും അവർ കാറ്റഗറൈസ് ചെയ്ത് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നക്ഷത്രവനം, ഇതിന്റെ ഉള്ളിൽ ഓരോ ജന്മനക്ഷത്രം അനുസരിച്ചുള്ള ചെടികളും മരങ്ങളും പിന്നെ അതുപോലെ തന്നെ മാസങ്ങളുടെ ഇതനുസരിച്ചുള്ള വൃക്ഷങ്ങളും ഒക്കെ ആയിരുന്നേ. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ബൂത്തുകൾ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ വഞ്ചന തിരക്കുമായിരുന്നു. പിന്നെ ദേ കണ്ടോ പശുക്കളുടെ ഒരു ഇത്, അപ്പൊ അത് ഏതൊക്കെ പശുക്കളാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു കുഞ്ഞു കിടാവ് കൂടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് അധികം ആരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നേ. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ പശുക്കുട്ടിയെ കിടാവെന്നാണ് പറയുന്നത്, എല്ലായിടത്തും അങ്ങനെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പൂക്കളെ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും പോണം, നിങ്ങൾക്ക് ഒട്ടും നഷ്ടമാവില്ല. 100 രൂപ എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കേട്ടോ. അപ്പൊ അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുന്നു എന്നുള്ളവർ വർക്കിംഗ് ഡേയിൽ വല്ലതും പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് ഞായറാഴ്ചയാണ് പോയത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്തെ ട്രാൻസ്ഫോമറിൽ അതുണ്ടായിരുന്നു കേട്ടോ, ആ ക്യാരക്ടറെ. അപ്പോൾ പിന്നെ ഇതാ 2 എമോ ദേ കണ്ടോ, ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. പിന്നെ ദേ ഇതുപോലെ പക്ഷികളുടെ സ്വതന്ത്ര ലോകം എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും ഇതുപോലെ അവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വിദേശത്തുനിന്നുള്ള പോലെ ഒന്നും പ്രതീക്ഷിച്ച് ഇതിനകത്ത് കയറരുത്, പക്ഷെ എങ്കിലും നമ്മൾ ഇവിടെ എങ്ങും അധികം കണ്ടിട്ടില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കിളികൾ, കുഞ്ഞു കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലവ് ബേർഡ്സ് ആണ് കൂടുതലും. അവരെല്ലാവരും ഇങ്ങനെ ചിലകളിലൊക്കെ ഇരിക്കുന്നുണ്ട്, അതിലൊക്കെ ഒന്ന് തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ പറക്കുന്നു, അതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നേ. പിന്നെ ഇപ്പൊ എല്ലാ ഷോകളുടെയും ഇടയിൽ ഇതുപോലൊരു സെൽഫി പോയിന്റ് ഉണ്ടാവുമല്ലോ, ഇവിടെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഓരോ ഇതിൽ നിന്നും കൗണ്ടറിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഫുഡ് പോയിന്റുകളും അവർ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് വൈൽഡ് ഗാർഡൻ എനിക്ക് അത്ര, സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര സുഖിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ അല്ലല്ലോ, എല്ലാം ഇതുപോലെയുള്ള ബിംബങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പക്ഷെ എല്ലാം കൊള്ളായിരുന്നു. അതിന്റെ ഇടയിൽ തന്നെ നമ്മളൊരു പാറക്കുളം കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ അറിവ് ശരിയാണെങ്കിൽ ശാന്തിഗിരിയിലേക്ക് വേണ്ടിയിട്ടുള്ള മഴവെള്ള സംഭരണിയാണ് ഇത് എന്നാണ് എൻ്റെ അറിവ്. ശരിയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അത് കണ്ടു. പിന്നെ ഇതുപോലെ കുറെ ഇത് ഇത്രയേ ഉള്ളൂ വൈൽഡ് ആനിമൽസിന്റെ ഇതിലെ. പിന്നെ അത് കഴിഞ്ഞ് വലിയൊരു ഫുഡ് കോർട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ ഇങ്ങനെ പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നടന്നെത്തുന്നത് നവ ആരോഗ്യ ധർമ്മകേന്ദ്രം എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ പല പല സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്താണ് അവർ ഓരോന്നും വെച്ചിട്ടുള്ളത് കേട്ടോ. ആയുർവേദം, അങ്ങാടിക്കട, അങ്ങനെ അങ്ങനെ പല സെക്ഷനുകളായിട്ട്. അപ്പൊ ആദ്യം കാണുന്നത് ഇതുപോലെ ഒരു അങ്ങാടിക്കടയാണ് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാ സാധനങ്ങളും അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം കേട്ടോ. ഞങ്ങൾ അവിടുന്ന് നമ്മുടെ രാമച്ചൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഈ അങ്ങാടിപ്പെട്ടിയെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണേ. നല്ല അറിവ് തരുന്ന കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം അങ്ങാടിക്കടകളിൽ കിട്ടുന്ന സാധനങ്ങളാണ്, അതിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേയും. ഒപ്പം തന്നെ ഈ ഒരു കെട്ട് രാമച്ചത്തിന് 50 രൂപയായിരുന്നേ. പിന്നെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ആയുർവേദമാണ്. നസ്യം, പിഴിച്ചില്, ഉഴിച്ചില്, മുഖകാന്തി, ധൂപനം, പിന്നെ ശിരോധാര, അങ്ങനെ നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളുടെയും പിക്ചേഴ്സ്. പിന്നെ ഈ ആയുർവേദത്തിലെ എണ്ണത്തോണി ഇടുക എന്ന് പറയില്ലേ, അതിന് കിടത്തുന്ന ആ ബെഡ്, ആവി പിടിക്കുന്ന ആ സംഭവം. പിന്നെ ഇതിന്റെ നടുക്കായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതായത് പണ്ട് കാലത്ത് നമ്മുടെ ഈ ആയുർവേദ കിഴികളും എണ്ണകളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന രീതികളും അതുണ്ടാക്കിയിരുന്ന രീതികളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു മിനിയേച്ചർ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ളതാണല്ലേ CPR കൊടുക്കാൻ അറിയുക എന്ന് പറയുന്നത്. അപ്പൊ ഒരു കുഞ്ഞിന്റെയും ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും ഇത് വെച്ചിട്ട് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ആഹാരം തന്നെ ഔഷധം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മില്ലറ്റുകൾ, ധാന്യങ്ങളെ കുറിച്ച്, പിന്നെ യോഗയിലൂടെ ആരോഗ്യം നിലനിർത്താം എന്ന് പറഞ്ഞിട്ട് യോഗ പോസ്റ്ററുകളും അതിന്റെ പേരുകളും ഒക്കെ കാണിച്ചുകൊണ്ട്, പിന്നെ നമ്മുടെ ശരീരത്തിനെ മെയിനായിട്ട് 3 പ്രകൃതിയായിട്ടാണല്ലോ വിഭജിച്ചിട്ടുള്ളത്, വാദം, പിത്തം, കഫം. അത് എങ്ങനെയാണ് നമ്മുടെ ശരീരഭാഷ കൊണ്ട് മനസ്സിലാക്കുന്നതെന്നുള്ള രീതിയിലുള്ള ഒരു ഇത്. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് പണ്ട് കാലത്ത്, ആദ്യകാലത്ത് ശാന്തിഗിരിയിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി
തോന്നി നമ്മുടെ പൂർവികരൊക്കെ എന്തുമാത്രം ബുദ്ധിയുള്ളവരായിരുന്നു എന്നേ. അതായത് നമ്മൾ താമസിക്കുന്ന ഭൂപ്രകൃതിയിലെ ചുറ്റുപാടും, അതായത് മലയാണോ മലയുടെ കീഴ്ഭാഗമാണോ എന്നനുസരിച്ച് നമ്മുടെ അസുഖങ്ങൾ നിർണ്ണയിക്കാൻ കഴിവുണ്ടായിരുന്നു നമ്മുടെ പൂർവികർക്ക്, അല്ലെങ്കിൽ അവർ അതനുസരിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പോകണം കേട്ടോ. പിന്നെ നമ്മുടെ ഭക്ഷണങ്ങളില് മരുന്നുകള്, അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് മരുന്നുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പാത്രങ്ങളും കാര്യങ്ങളും, അതുപോലെ ചികിത്സാ രീതികള്, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ സർജറിക്കൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങള്, പിന്നെ ചികിത്സാ രീതികളുണ്ടല്ലോ, അതായത് മറ്റേ അട്ടയെ കൊണ്ട് ഘടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പല ചികിത്സകളില്ലേ, അത്തരം ചികിത്സകള്, പിന്നെ ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെ മരുന്നുകൾ ഉണ്ടാക്കുന്നു, ഇത് കണ്ട നൂല് ഉപയോഗിച്ച് രോഗം നിർണ്ണയിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതിന്റെ കുറിച്ചുള്ള കാര്യങ്ങള്, പിന്നെ ഓരോ കൗണ്ടറിന്റെയും വെളിയിൽ ഇതേപോലെ ഭക്ഷണങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇതിന്റെ ആയുർവേദത്തിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും അതുമായിട്ട് ബന്ധപ്പെട്ട റാഗി പിടി, പിന്നെ ചെറുപയർ സൂപ്പ്, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളായിരുന്നേ കൂടുതലും. അത് കഴിഞ്ഞത് ഹാപ്പിനെസ് ഗാർഡൻ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീ KR നാരായണൻ സാറിന്റെ ഒരു സ്മൃതി മണ്ഡപം പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് സ്ഥിരമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ ചുറ്റുപാട് നല്ല ശാന്തമായിട്ട് നമുക്ക് കുറേ സമയം ഇരിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് കണ്ടിട്ട് തോന്നി അതൊക്കെ സ്ഥിരമായിട്ടും അങ്ങനെയൊക്കെ തന്നെ അവിടെ ഉള്ളതാണെന്ന് തോന്നിയാണോ അല്ലേന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഒരു പാറക്കുളം കണ്ടില്ലായിരുന്നോ, അപ്പൊ അവിടെ വെള്ളച്ചാട്ടവും അതിൽ വെളിച്ചവും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ OV വിജയൻ സാറിന്റെ ഒരു സ്മൃതി മണ്ഡപമാണ്. അതേ കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട അവിടെ ഫൗണ്ടെയിൻ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ കുറെ കൂടെ ഭംഗിയായി. വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ നമ്മൾ എല്ലാം കണ്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലായിടത്തും പതുക്കെ പതുക്കെ ലൈറ്റ് ഒക്കെ ഇട്ടു തുടങ്ങി കേട്ടോ. അപ്പൊ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ശാന്തിഗിരിയിൽ പോയി കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കും, നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഈ പഴയ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.